ഇത് നമ്മളെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ അല്ല, നാളാണെന്ന് വരുന്നത്, അതായത് നക്ഷത്രം. അപ്പോൾ ഇപ്പോൾ ഇവിടെ വീട്ടിലുണ്ടല്ലോ, ഓൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നക്ഷത്രം നമുക്കിവിടെ ആഘോഷിച്ചിട്ട് ബർത്ത്ഡേ ഓളച്ഛൻ്റെ വീട്ടിൽ ആഘോഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അത് നമ്മൾ കോടത്ത് സ്കൂളാണേ കാണുന്നത്. ഞാൻ എപ്പോൾ വന്നാലും അതിങ്ങനെ സൂം ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ ഒരു 11 മണി ലൈറ്റ് ഉണ്ടായിനെ. നട്ടുച്ചയാവാനായി വെയിലത്ത്. ഒരു 9 മണിക്കെല്ലാം ഇറങ്ങണമെന്ന് വിചാരിച്ചത്. അതൊരു 11 മണിയിലേക്ക് എത്തി. നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിന്. ആദ്യം നടക്കേണ്ട ദൂരേ ഇല്ലു അമ്പലത്തിലേക്ക്. പക്ഷെ നമ്മൾ വൈകുന്നേരം നമ്മൾ റിക്ഷയിലാക്കിയിട്ടാണ് വന്നിന്. അപ്പോൾ അത് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ആൾക്കാർ കുറവായിരിക്കും എന്ന്. പക്ഷെ അവിടെ എന്തോ വെഡ്ഡിങ് ഷൂട്ടല്ലോ അങ്ങനെ എന്തോ ഉണ്ടായിന്. നമ്മൾ കുളത്തിലേക്കെല്ലാം ഇറങ്ങി കാലെല്ലാം കഴുകിയിട്ട് അമ്പലത്തിലേക്ക് കയറിയിട്ടാണ്. നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ കോടോത്ത് അമ്പലത്തിൽ വരും കേട്ടോ. ഇവിടെ വന്നാലൊരു സമാധാനമാണ്, ഭയങ്കര സമാധാനം. എന്താ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഒറ്റക്കെല്ലാം വന്നിരിക്കണം, അത് ഒരു വൈബ് തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചത് ആ കുറിയെല്ലാം എടുത്തിട്ടുണ്ട്. ഒരു ഭയങ്കര രസമുള്ള അമ്പലമാണ്. നമ്മളടുത്ത് കുറേ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിന്. ഇതാണ് നമ്മുടെ പിറന്നാൾ കരി. ഓളാണെങ്കിൽ അമ്പലം മൊത്തം ചുറ്റും ഓടൽ തന്നെ ഓളെ പണി. നമ്മൾ ഈ കുറിയെല്ലാം എടുത്തിട്ട് അവിടെ ഒരു കുറേ പേപ്പറെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പേപ്പർ കുറിയെല്ലാം ഇട്ടിട്ട് കൊണ്ടാവും. നമ്മളങ്ങനെ എല്ലാവരും കുറി ഒരു പേപ്പറിലാക്കി പൊതിഞ്ഞ് എടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ പൂജ വരെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട് പൊന്നൂസിൻ്റെ പേരിൽ. അതുകൊണ്ട് നമ്മൾ ഉച്ച പൂജ വരെ നിന്നിട്ടുണ്ടായിനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിന്. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ചുറ്റി. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് പകുതി എത്തിയിട്ടാകുമ്പോൾ രേവതി പറഞ്ഞു 3 റൗണ്ട് ചുറ്റാണ്ട് നിൽക്കരുതെന്ന്. അതുകൊണ്ട് നമ്മളത് പിന്നെയും 3 റൗണ്ട് നമ്മൾ അമ്പലം ചുറ്റിയിട്ടുണ്ടായിനെ. ആ വെയിലത്തോ നല്ല വെയിലുണ്ടായിന്. ആ ഉച്ചയെല്ലാം ആയിട്ടുണ്ടായില്ലേ, ഒരു 11:30 ആയിട്ടുണ്ടായിന്. അപ്പോഴത്തേക്കും ഞാൻ രേവതിയോട് പറഞ്ഞു 1 റൗണ്ട് ചുറ്റിയാൽ പോലെയായിരുന്നു രേവതിന്ന്. രേവതിക്കും മടുത്തു, ആ വെയിലല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഈ കൊത്തുപണിയില്ലേ, മോള് നല്ല അടിപൊളി കൊത്തുപണി ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. അത് ഭയങ്കര രസമാണ് കാണാൻ. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറേ കഥയെല്ലാം പറഞ്ഞ് കുറച്ച് സമയം ഉണ്ടല്ലോ, ഉച്ചപൂജയാകാൻ കുറച്ച് സമയം ഉണ്ടായിന്. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ നടത്തുന്നുണ്ടായിന്. എന്തോ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു, സേവ് ദ ഡേറ്റ് ആണെന്ന് തോന്നുന്നത്. ആ ചേച്ചീനെ കാണാൻ നല്ല രസമുണ്ടായിന്. അവരിപ്പോൾ നമ്മളപ്പുറത്ത് ഈ കുളത്തിൻ്റെ അപ്പുറത്തെ ഒരു കണ്ടമുണ്ട്, ഫുൾ കണ്ടമാണ്. അപ്പോൾ ആടെ പോയിട്ടുണ്ട് ഫോട്ടോ എടുക്കുക. അത് ഈ വെയിലത്ത്, അതാണ് ഞാൻ ചിന്തിക്കുന്നത്, ഈ വെയിലത്താണ് അവർ രണ്ടാളും ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായത്. പിന്നെ ഉച്ചപൂജ ആവാനായപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി, എല്ലാവരും കയറിയിട്ടുണ്ടായിന്, തൊഴുതു. പിന്നെ ചേച്ചി പ്രസാദം മേടിക്കാൻ പോയിട്ടുണ്ട്. വൈകുന്നേരം വീട്ടിലൊരു കേക്ക് മുറിയും പ്ലാനെല്ലാം ചെയ്തിട്ടുണ്ടായിനെ. അപ്പോൾ അതും ഉണ്ടാവുമെന്ന് വൈകുന്നേരം വീട്ടിൽ. അപ്പോൾ നമ്മളിതാ പ്രസാദമെല്ലാം കിട്ടിയിട്ടുണ്ട്, പുഷ്പാഞ്ജലിൻ്റെ പ്രസാദം കിട്ടിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ നെറ്റിയിൽ ഇട്ടിട്ടുണ്ടായിന്. നമ്മളൊരു വഴിപാടും പായസം കഴിപ്പിക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ 10 മണിക്ക് മുമ്പേ വിളിച്ച് പറയണമെന്നുണ്ടായിനെ. അപ്പോൾ അത് നടന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ ഉച്ചപൂജേൻ്റെ പ്രസാദം അവിടെ അവർ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനെ നമുക്ക് എടുക്കാം, സ്പൂണിൽ നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്തിട്ടുണ്ടായിനെ. നല്ല ടേസ്റ്റാണ് ഈ സാധനം, ഈ പായസം അടിപൊളിയാണ്. അപ്പോൾ ഞാൻ രേവതി മധുരം തിന്നില്ല അധികം. അപ്പോൾ ഞാൻ ഓളതും കൂടി എടുത്തിട്ടുണ്ടായിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം ചോറും. പിന്നെ ആ വെള്ളച്ചോറുമില്ലേ, അതും ഈ പായസം കൂടി മിക്സായി തിന്നത് അടിപൊളിയാണ്. പിന്നെ നമ്മളവിടെ കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പോകുമ്പോൾ വലിയ അളപ്പിൽ റിക്ഷയ്ക്ക് പോയതാണെങ്കിൽ നമ്മൾ വരുമ്പോൾ നടന്നു വിട്ടാ. നല്ല വെയിലും ഉണ്ടായിന്, പക്ഷേ ഒരു രസം ഉണ്ടായിന് നടക്കാൻ. കാരണം നമ്മൾ സ്കൂളിൻ്റെ ഇതിലും വരുമ്പോഴും അതിൻ്റെ അടുത്തുള്ള പീടിയെല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ പണ്ട് നമ്മൾ കുറേ മുട്ടായിലും മേടിച്ചിട്ട് തിന്നിട്ടുണ്ട് ഇതിലേ നടന്നിട്ട് വരുമ്പോൾ. ഇപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ 2 റുപ്യ 3 റുപ്യ കയ്യിലുണ്ടാവുമേ. അപ്പോൾ വരുമ്പോൾ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പീടിയെല്ലാം കയറിയിട്ട് ഇല്ല മുട്ടായില്ലത്. ഈ മുട്ടായിയെല്ലാം കുറേ മേടിച്ച് നിന്നിട്ടുണ്ട് പണ്ട്. കുറേ കല്ല് മുട്ടായി, തേങ്ങുട്ടായി, അങ്ങനത്തെ കുറേ മുട്ടായികളുണ്ടായിന്. പണ്ടുണ്ടായ അതേ പീടിയിൽ നമ്മൾ ഇന്നും പോയിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് തേങ്ങുമുട്ടായും പിന്നെ മുട്ടായും കുറേ മുട്ടായിയെല്ലാം എടുത്തിട്ടുണ്ടായിന്. അതെല്ലാം ഒരു ഓർമ്മയാണ്. പിന്നെ നമ്മൾ 3 ആളും കൂടിയിട്ട് നാരങ്ങ വെള്ളം പറഞ്ഞു കേട്ടോ. സോഡ ഒഴിക്കാത്ത നമ്മൾ നാരങ്ങയില്ലേ, സാധാ നാരങ്ങ വെള്ളം, അത് പറഞ്ഞിട്ടുണ്ടായിന്. പൊന്നൂസത്തെ ഒരു കുപ്പി ജ്യൂസും പിടിച്ച് നിൽക്കുന്നുണ്ടായിന്. പിന്നെ നമ്മൾ നടന്നിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തി. വൈകുന്നേരം ഒരു 2 മണിയെല്ലാം ആകുമ്പോൾ വീട്ടിലേക്ക് എത്തി. പിന്നെ അതാ മതിലിൻ്റെ അടുത്ത് നിന്നിട്ട് പൊന്നൂസ് അപ്പുറത്ത് നിന്നിട്ട് ചെക്കന്മാരോട് വർത്താനം പറയുന്നത്. അവർ രണ്ടാളവിടെ മറ്റേ ടയറിൽ കയറി തുള്ളുന്നതാണ്. ഇവളവിടെ കിടന്നിട്ട് ഫുൾ ചിരിയാടിരുന്നിട്ട് അവരെ കളി കണ്ടിട്ട്. അത് ഞാൻ പിന്നെ അവിടെ പോയി കുറച്ച് സമയം ഞാനും ഇരുന്നു. പിന്നെ ഇവിടെ ചിരിച്ച് ആ കെട്ടിൻ്റെ താഴേക്ക് വീണു. ഭാഗ്യത്തിനൊന്നും ആയിട്ടാ, വീണിട്ടും പിന്നെ ചിരി തുടർന്നു കേട്ടാ. അതുകൊണ്ട് പിന്നെ നമ്മൾ മൈൻഡാക്കാൻ നിന്നിട്ട് എണീച്ചിട്ട് വന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒരു ഉറക്കമായിരുന്നു. പിന്നെ വൈകുന്നേരമാണ് എണീച്ചത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് താഴെന്ന് മൂത്തയും എല്ലാവരും വന്നിട്ടുണ്ടായിനെ. അപ്പോൾ ഫുഡെല്ലാം ആക്കുന്ന പരിപാടി തുടങ്ങി. എപ്പോഴും വീട്ടിൽ ഈ ഒരു പരിപാടി ഉണ്ടാവും, ചിക്കന് വറക്കുക, അതാണ് മെയിൻ.
അതുണ്ടാവും. പിന്നെ ഉണ്ട് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് മറ്റേ ഫോട്ടോ എല്ലാം വെച്ച് ലൈറ്റെല്ലാം വെച്ച സാധനം ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അമ്മ അതാടെ നമ്മളെ പാചകത്തിൻ്റെ പരിപാടിയിലാണ്. അമ്മ ചിക്കൻ കറിയും പിന്നെ നമ്മൾ നെയ്പ്പത്തലിയാണ് ഇട്ടെന്നില്ലേ, ചിക്കൻ കറി നെയ്പ്പത്തലിയാണ്. അപ്പോൾ അതാണ് അവരവിടെ പുറത്താണ് ആക്കുന്നത് അടുപ്പിൽ. പിന്നെ നമ്മൾ ഉള്ളിൽ നമ്മൾ പിള്ളേരെല്ലാം കൂടിയിട്ട് നമ്മൾ കുറേ ബലൂൺ മേടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ബലൂണെല്ലാം ഊതുന്ന പരിപാടിയിലാണ്. കുറേ പിള്ളേർ ഉണ്ടായിട്ടാ, നമ്മൾ വീടിൻ്റെ അടുത്തുള്ള എല്ലാ പിള്ളേരും ഉണ്ടായിന്. അതെല്ലാം അവരെല്ലാം കൂടി ഊതുന്നതാണ്. ബർത്ത്ഡേ അല്ലാത്തതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ല. പിന്നെ ഇവൾ അങ്ങോട്ടേക്ക് പോയാൽ പിന്നെ നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ നക്ഷത്രം ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ എല്ലാവരെയും ഒന്ന് വിളിച്ചിട്ട് കുറച്ചാൾ മാത്രമേ വിളിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. ഈ ബൊമ്മ ഉണ്ടോ, ടെഡി, ഇതെനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ കസിന് തന്നതാണ്. അപ്പോൾ അതിനോൾ കൊന്നു. അത് ഞാൻ അനക്കാണ്ട് പുതിയതുപോലെ വെച്ചിട്ടുണ്ടായത്. പിന്നെ ഓൾ വന്നതിന് ശേഷം അതിനെ കൊന്നു. ഇതാണ് നമ്മൾ ബർത്ത്ഡേ ഗേൾ ഗൈസ്. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് പൊന്നൂസിന്. ഇത് പുതിയ ഡ്രസ്സാണ്, അതാണ്ടാന്ന് കിട്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അതിന് കാണാൻ. നമ്മളന്ന് സൂര്യയിൽ പോയിട്ടിട്ടില്ല, അതാണ്. പിന്നെ അതായത് ഡെക്കറേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കേക്ക് ഉണ്ടുവിൻ്റെ വകയാണ്. അപ്പോൾ ഉണ്ടു കേക്ക് മേടിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതെല്ലാം തുറന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്കാണ് പോയി. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് കേട്ടോ, നല്ല അടിപൊളി കേക്കാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ അത് ഡെക്കറേഷനിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ കേക്കിൻ്റെ. കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ, കേക്ക് മുറിക്കാൻ തോന്നുന്നുണ്ടായിട്ടാ, അത്രയും അടിപൊളി ഉണ്ടായിരുന്നു ആ കേക്ക്. പിന്നെ നമ്മൾ കേക്കെല്ലാം സെറ്റ് ചെയ്ത് കേക്ക് മുറി തുടങ്ങി. കേക്ക് മുറിക്കുമ്പോൾ എൻ്റെ ബാക്ക് താറ് പോയി കൈസ്. ഒക്കെ 6 വയസ്സാണ്. ഈ മാസം 15-നാണ് ബർത്ത്ഡേ. അപ്പോൾ 6 വയസ്സാകും. അപ്പോൾ ഇതാ കേക്ക് മുറിക്കലായി അമ്മയും മോളും കൂടിയിട്ട്. നമ്മളാരും നിന്നിട്ടൊന്നുമില്ല, അവർ രണ്ടാളും കേക്ക് മുറിച്ചു. പൊന്നൂസിന് ഇപ്പോൾ 6 വയസ്സായെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്നലെ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞാണ് ഇപ്പോൾ 6 വയസ്സെല്ലാം ആയി എന്ന് പറയുമ്പോൾ. ഇനിയിപ്പോൾ ഇവൾ 1-ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിള്ളേരിൽ എത്ര പെട്ടെന്നല്ലേ വലുതാവുന്നത്, അതെല്ലാം ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഉണ്ട് ഇപ്പോഴും. അച്ഛൻ്റെയൊക്കെ സമ്മാനമെല്ലാം ഉണ്ടായിന് കേട്ടോ. അച്ഛൻ സമ്മാനെല്ലാം കൊടുത്തേ. അത് ഒരു ബൊമ്മയാണ് ഉണ്ടായത്, ഒരു പാവക്കുഞ്ഞ്, അതായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കേക്കെല്ലാം മുറിച്ച് കൊടുത്തു. പിന്നെ എൻ്റെ ഗിഫ്റ്റ് ഞാൻ കൊടുക്കലായിട്ടാ. ഹാപ്പി ബർത്ത്ഡേ വാമിക്കാന്ന് ഇതൊരു ഫ്രെയിമാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ആ ഡ്രസ്സ് തന്നെയാണ് ആ ഫോട്ടോയിലുള്ളത്. ആ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ അത് ഞാൻ 2 ദിവസം മുമ്പേ ഫ്രെയിം ചെയ്യാൻ കൊടുത്തു. അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കേക്ക് മുറിച്ചത് എല്ലാവർക്കും കൊടുക്കലായിട്ടാ. കേക്ക് മുറിക്കുന്ന സമയത്ത് അമ്മയും മൂത്തേന്ന് വന്നിട്ടാട്ടോ. അവർ അടുക്കളയിൽ പരിപാടിയിലാണ് ഉണ്ടായത്. കാരണം നെയ്പ്പത്തലി ആക്കുന്ന തിരക്കിലാണ് അവരുണ്ടായത്. അത് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കേക്ക് മുറിച്ചോ, നിന്നോളാം. അല്ലെങ്കിൽ സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായി. ഒരു 9 മണിയെല്ലാം ആവാനായിട്ടുണ്ടായിരുന്നു കേക്ക് മുറിക്കുമ്പോൾ. കാരണം 9 മണിയല്ല, ഒരു 8:30 എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേക്ക് മുറിക്കാനാകുമ്പോൾ. അതുകൊണ്ട് അവർ പറഞ്ഞു കേക്കെല്ലാം വേഗം മുറിച്ചോ, പിള്ളേർക്കെല്ലാം ഉറക്കെല്ലാം വരാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ വേഗമെല്ലാം സെറ്റാക്കി പായസമെല്ലാം ആക്കിയിട്ടുണ്ടായിട്ട്. ആ പായസം ഉണ്ടായതിന് ചിക്കനും നെയ്പ്പത്തലയാണ് ഉണ്ടായത്. എന്ത് പരിപാടി ഉണ്ടെങ്കിൽ വീട്ടിൽ നെയ്പ്പത്തലയും ചിക്കനായിരിക്കും, അല്ലെങ്കിൽ ഇഡലിയും നെയ്പ്പത്തലയായിരിക്കും. അതായിരിക്കും ഇവിടുത്തെ മെയിൻ സാധനം പറയുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച് ഒരു അടിപൊളി ദിവസമായിരുന്നു